السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു കേട്ടാലും മൻ അഷദ്ദുൻ നാസി സ്വറാഹൻ യൗമൽ ഖിയാമ, ഖിയാമ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ഖേദിക്കടെ അഥവാ ബൊബ്ബയുടെ ആൾമാർ ആറായിട്ടിക്കിടാറ്. ബൊബ്ബേന്നെങ്കിൽ സാധാരണയായിട്ട് ഓന്നൻ്റെ നഷ്ടമേ ഓന്നൻ്റെ ഖേദമേ ചെന്ന് ബൊബ്ബയിട്ടില്ലേ ഞാൻ ഇങ്ങനെ ആക്കിയിട്ടല്ലേ ചെന്നിട്ട് അങ്ങനെ ഉള്ള ഏറ്റവും കൂടുതൽ ഖേദിക്കട ആൾമാർ ആറുണ്ട് കേട്ടപ്പോൾ ചെന്ന് റജുലുൻ റുസിഖ നിഅമഹു ഫസ്തആന ബിഹ അലാ മഅസിയത്തില്ല. അതൊരാൾ അയാൾക്ക് അള്ളാഹു ബേനത്ര നിഅമത്ത് കൊടുത്തുന്ന, പക്ഷേ ആ നിഅമത്തിനെ അള്ളാഹു ചെയ്ത നിഅമത്ത് ഞാൻ ശുക്ർ ചെയ്യുന്ന ചൊല്ല ബോധം അയാൾക്ക് ഇന്നിട്ടില്ല. അയാൾ എന്താക്കിത്ത് ആ നിഅമത്തിനെ റബ്ബിടെ എതിരിലായിട്ട് പ്രയോഗിച്ചിട്ട് അത്തരത്തിലുള്ള ആൾമാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിൽ ഭയങ്കര ഖേദ കൊടുക്കണം. ആളെ ഭയങ്കര ബൊബ്ബായിട്ട് പഠിച്ചവനെ ഞാൻ എന്താക്കിട്ടെ, നീ ചെയ്തതാ ഇത്ര നിഅമത്തെല്ലാം ആസ്വദിച്ചിട്ട് എനിക്ക് എതിരിൽ പ്രയോഗിച്ചത് കൊണ്ട് എൻ്റെ നക്ക് നീ ഇങ്ങനത്തെ ഭയാനകമായ ശിക്ഷ തന്നിട്ടുള്ളല്ലേ ചെന്നിട്ട്, അഥവാ വിചാരണ പോലെ പഠിച്ചിട്ടുള്ളല്ലേ ചെന്നിട്ട് അയാൾ ബൊബ്ബയിട്ടിട്ടുണ്ട്. അപ്പോൾ പഠിച്ച റബ്ബ് നിങ്ങൾക്ക് ചെയ്തതായ നിഅമത്ത്, ആ നിഅമത്ത് നിങ്ങൾ തിരിച്ചിട്ട് ശുക്ർ ചെയ്യണം. ഫമാബിക്കും മിൻ നിഅമത്തിൻ ഇല്ലാ മിനല്ലാഹ്, അള്ളാഹ് എന്തൊരു നിഅമത്തും അത് അള്ളാഹുടെ വക്കൽ നിന്നായിട്ട് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ അതൊക്കെ ഫസ്റ്റ് നിങ്ങൾ ശുക്ർ ചെയ്യേണ്ടത് റബ്ബുകായിട്ട്. മഹാന്മാർ ചിലർ നിഅമത്ത് മനുഷ്യക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ നിഅമത്തിൽ വലിയ നിഅമത്തായിരിക്കത് നിഅമത്തുൽ ഇസ്ലാമില്ലത്തി ലാ തതിമ്മു നിഅമത്തുൽ ഇല്ലാ ബിഹ. ഇസ്ലാമു ചിലർ നിഅമത്ത് നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളെ ലീസ്റ്റിൽ അള്ളാഹു നാളെ പെടുത്തിയല്ലേ. ഇതൊക്കെ സാധാരണ ഞങ്ങൾ എത്ര ശുക്ർ ചെയ്യും റബ്ബുക്ക് മെയ്യാവല്ല കൊറോടിയായിട്ടിക്കത്. വലിയ അന്താരാഷ്ട്രീയ മട്ടത്തിൽ ഖ്യാതി ഒത്തതായ വലിയ ഫിലിം സ്റ്റാർമാറും അതുപോലെ ക്രീഡാപട്ടുകളും അതുപോലെ വലിയ നേതാക്കന്മാർ, അമേരിക്കത്തെ പ്രസിഡൻറ്റാ UK പ്രസിഡൻറ്റാ, ഇങ്ങൾക്കെല്ലാം കിട്ടാത്ത ഒരു ഏറ്റവും വലിയ നിയമത്തായിരിക്കും അള്ളാഹു നാളെ ഇസ്ലാമാക്കിയ ചെല്ലത്. ഈ ഒറ്റൊരു വിഷയത്തിൽ നമുക്ക് എത്ര റബ്ബ് മുൽപ്പെട്ടിട്ട് കരഞ്ഞിട്ട് ശുക്ർ ചെയ്യുന്ന മെയ്യാവല്ലേ. അതുപോലെ അള്ളാഹു നമുക്ക് ആഫിയത്ത് തന്ന നിഅമത്തുൽ ആഫിയത്ത്, അത് വലിയ വിഷയമായിട്ട് ആഫിയത്ത്. നമുക്ക് എത്രയേ പൈസ കാശ് ഇല്ലെങ്കിലും പഠിച്ച റബ്ബ് ആഫിയത്ത് തന്നതല്ലേ. ഈ ഒരു വിഷയത്തിൽ അള്ളാഹു എത്ര ഉൾപ്പെടണം, എത്ര ഞങ്ങൾ ശുക്ർ ചെയ്യണം. ആഫിയത്തിൻ്റെ വിഷയം കൊന്താവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞങ്ങളുടെ സമീപത്തെ ഹോസ്പിറ്റലിൽ ഒന്ന് വിസിറ്റ് ആക്കിയാൽ ഞങ്ങൾക്ക് കൊന്താവുള്ളൂ. സുബ്ഹാനല്ലാഹ്, ഓരോ ഹോസ്പിറ്റലിൽ പോയിട്ട് ഉൾക്കത്ത് പോയിട്ട് ഓരോ വാർഡിൽ നോക്കുമ്പോൾ ഓരോ ആൾമാർ ബേസിക് എന്തും അവിടെ ഭേദഭാവം എന്തില്ല, ചെറിയംഗം വലിയംഗം ബേസരംഗം എല്ലാവരും ഓരോരോ സീക്കലായിട്ട് ഉള്ളേ. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാം അള്ളാഹുടെ കേട്ടു പഠിച്ചവനെ നിയമത്തിൽ വെച്ച് ഏറ്റവും ചെറിയ നിയമത്ത് ഏതുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെന്ന യാ ദാവൂദ് തനഫസ്, ഓ ദാവൂദ് നബിയെ നിങ്ങൾ എന്താക്കുക, ശ്വാസം എടുക്കൂ. അതിനാ നിഅമത്തി അലൈക, എൻ്റെ ഏറ്റവും ചെറിയ നിഅമത്തായിരിക്കും അള്ളാഹു നിനക്ക് തന്നതായ ഈ ശ്വാസം എടുക്കൽ ചെല്ലത്. ആ ശ്വാസ ഒരു ഞങ്ങൾ ഇരിക്കാത്ത പോലെ ഇങ്ങനെ ശ്വാസം എടുത്തോണ്ടുള്ള അത് വിട്ടോണ്ടുള്ള, പക്ഷേ ഒരു 4 വരവുണ്ട് ആ ശ്വാസത്തുകായിട്ട് ഞങ്ങൾ എന്തെല്ലാം ആക്കിട നമുക്ക് ആസ്പത്രിയിൽ കാണുമ്പോൾ കൊന്തോടും. മൂക്ക് പൈപ്പെല്ലാം വെച്ചിട്ട് സുബ്ഹാനല്ലാഹ് ഒരു ശ്വാസം എടുക്കും മനുഷ്യന്മാർ ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം അള്ളാഹു തന്ന നിഅമത്തായിരിക്കണം. നമുക്ക് എത്ര കിട്ടിയെങ്കിൽ മെയ്യാവില്ല. ഞങ്ങൾ കഷ്ടമേ ചെല്ല. പക്ഷേ ഓരോരോ നിഅമത്ത് ഞങ്ങൾക്ക് റബ്ബ് എത്ര ശുക്ർ ചെയ്യാനാവും. ഈ ശ്വാസത്തെ വിഷയത്തിൽ അള്ളാഹുവെ എന്തോറും പ്രയാസമില്ലാണ്ട് ഒരു മിനിറ്റിൽ എത്ര ശ്വാസം എടുത്തിട്ടില്ല, അതിക്കേ എത്ര ശുക്ർ ചെയ്യാനാവും. അപ്പോൾ അതെല്ലാം മറുനാൾ ഡൗൺ ആയിട്ട് അതൊക്കെയായിട്ട് ഞങ്ങൾ പരതാടുന്ന ഒരവസ്ഥ ഉണ്ടാവുള്ളൂ. അപ്പായിരിക്കും ശ്വാസത്തെ മഹത്വം കൊന്തവിടെ. അപ്പോൾ ഓരോന്നും പഠിച്ച റബ്ബ് തന്നതായ നിഅമത്ത് അത് ഒരിക്കലും ഞങ്ങൾ എന്താവും തീരാ മറക്കോ തീരാ. അതുപോലെ നിഅമത്തുൽ ഗിന, മനുഷ്യന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് കൊടുക്കണം. 4 ഞങ്ങളെ മൈഷത്ത് ഇങ്ങനെ പോയിട്ടുണ്ടോ. അപ്പോൾ ആ മൈഷത്തെല്ലാം വെറുപ്പ് പോലെ 4 തല്ലല്ലേ, എല്ലാം റബ്ബ് തന്നതല്ലേ. അപ്പോൾ അതൊക്കെ പേനായിട്ട് റബ്ബ് എത്ര ശുക്ർ ചെയ്യണം. ചില ആൾമാർക്ക് അള്ളാഹു കൊടുക്കുന്നതായ നിഅമത്ത്, ആ നിഅമത്ത് അങ്ങ് ശുക്ർ ചെയ്യണം. റബ്ബ് തന്നതല്ലേ, അപ്പോൾ റബ്ബിയുടെ ദീനുകായിട്ട് ചിലവാക്കണം.
ആ റബ്ബിനെ പാവപ്പെട്ട അടിമകൾക്ക് പേനായിട്ട് ചിലവാക്കണം. പക്ഷേ അതൊന്നും ചിലവാക്കാണ്ട് പിന്നെ ധിക്കാരികളായിട്ട് എന്തെല്ലാം ഇസ്രാഫാക്കിയിട്ട് പിന്നെ വെറുതെയും വേസ്റ്റാക്കിയിട്ട് കാസിലെ പൊളിയാക്കണമുള്ളാർ. സുബ്ഹാനല്ലാഹ്, അതും ബർത്തിരണ്ടും അതും ഹലതി ഗിലതി ജനിച്ച് എല്ലാം വേസ്റ്റാക്കണ ആൾമാരുള്ളാർ. എല്ലാം റബ്ബറിട്ട് പോയിട്ട് അതെല്ലാം കണക്ക് കൊടുക്കണം. ഒരു നാലുണ്ട് ചെല്ല പേടി ഞങ്ങൾക്ക് ഇല്ലാതായി പോയത് വലിയ ഖേദായിട്ട്. അപ്പോൾ അങ്ങനെയൊന്നും ആക്കാണ്ട് എത്ര നല്ലതൊക്കെ ചിലവാക്കൂ, ഞങ്ങൾ എത്രത്തോളം ഞങ്ങൾ പ്രയത്നാക്കണം. അതെല്ലാം അള്ളാഹു ചെയ്ത നിഅമത്തുക ശുക്റിൻ്റെ ഭാഗമായിട്ടേക്ക് അതിൽ ധിക്കരിച്ചിട്ട് ഞങ്ങൾ വേണ്ടാത്ത കാലം വേസ്റ്റാക്കേണ്ടായെങ്കിൽ എല്ലാത്തിനും റബ്ബറിട്ട് നാളെ ആഖിറത്തിൽ അത് കണക്ക് കൊടുക്കേണ്ട ഒരു നാളുണ്ട്. അപ്പായിരിക്കും മനുഷ്യൻ ബൊബ്ബെഡ്രെ. അതായിരിക്കും ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ചെന്ന് നാളെ ആഖിറത്തിൽ അള്ളാഹു ചെയ്ത നിഅമത്തുക്ക് ശുക്ർ ചെയ്യാത്ത ആൾമാരായിട്ട് ಯಾರ ಬೊಬ್ಬೆಡಂಟಿಕ್ಕಡೆ ಯಾರ ಬುಲ್ಪುಡಂಟಿಕ್ಕಡೆ ಯಾರ ಖೇದಿಚಂಟಿಕ್ಕಡೆ അള്ളാഹു നാളെ കാക്കട്ട്. അവൻ ചെയ്ത അപാരമായ നിഅമത്തുക്ക് തക്ക ശുക്ർ ചെയ്ത ശാക്രീങ്ങനെ കൂട്ടത്തിൽ അള്ളാഹു നാളെ പെടുത്താൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു